എടാ ഞാൻ നിന്നോട് ഓൾറെഡി ഒരു റീസബ്മിഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? റിസൾട്ട് വന്ന കാര്യം. എടാ അതിൻ്റെ അടുത്ത് ആ സെമ്മിനുള്ള ഫീസ് വീണ്ടും അടക്കേണ്ട. ആ ലാസ്റ്റ് ഡേറ്റ് ഇന്നാ. 4000 പൗണ്ട്. എടാ ഞാൻ എന്നെ നോക്കിയിട്ട് എനിക്കത് 4000 പൗണ്ട് റെഡി ആവും തോന്നുന്നില്ല. ഞാൻ നിന്നെ വിളിച്ചെന്നാന്ന് വെച്ചാൽ നിനക്ക് എന്തെങ്കിലും വഴിയുണ്ടോ എനിക്ക് ഫണ്ടൊന്ന് അറേഞ്ച് ചെയ്ത് തരാൻ? ഹലോ, മോനെ, നിനക്കറിയാലോ 2 പെങ്ങന്മാരാ നിനക്ക്. അവരെ കെട്ടിച്ചയക്കാൻ നിന്റെ അപ്പൻ ഒന്നും കരുതി വെച്ചിട്ടില്ല. ഉള്ളത് മുഴുവനും വെച്ചാണ് നിന്നെ UK പറഞ്ഞു വിട്ടത്. എന്ത് സഹിച്ചാലും നീ അവിടെ പിടിച്ചു നിൽക്കണം. എനിക്കറിയാം നിനക്ക് ഈ നാടും നിന്റെ കൂട്ടുകാരുമാണ് എല്ലാത്തിലും വലുതെന്ന്. പക്ഷെ കുറച്ചു നാൾ നിന്റെ പെങ്ങന്മാരുടെ കല്യാണം കഴിയുന്നത് വരെ എങ്കിലും നീ അവിടെ പിടിച്ചു നിൽക്കണം. കർത്താവ് മോനെ കാക്കും. അമ്മച്ചി എന്നും മുട്ടിപ്പായി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നന്നായി പഠിക്കണം, തോറ്റു പോകരുത് കേട്ടോ. നന്നായി പഠിക്കണം, തോറ്റു പോകരുത് കേട്ടോ. നന്നായി പഠിക്കണം, തോറ്റു പോകരുത് കേട്ടോ. എന്താ കെവി ഇത്? ഞാൻ വിളിച്ചിട്ട് നീ എന്നെ ഫോൺ എടുക്കാത്തെ? ക്യാഷ് ഓക്കെ ആയില്ലേ? ഇല്ല, നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും. എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ലനോ. വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാമെന്ന് വെച്ചാൽ അതൊന്നും ഇനി പോസിബിൾ അല്ല. എനിക്കാണെങ്കിൽ അതിനുള്ള ഫണ്ടും ഇല്ല. UK വന്ന് കടം തീർക്കാൻ എനിക്ക് UK തന്നെ നിന്നേ പറ്റൂ. 1 2 അല്ല, 25 ലക്ഷം ആ കടം. എനിക്ക് ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ലല്ലോ. നീ ഇപ്പൊ സമാധാനിക്ക്. എന്റെ കയ്യിൽ ഇപ്പൊ ഇത്രയും പൈസ എടുക്കാൻ ഉണ്ടാവില്ല. പക്ഷെ പപ്പയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബെൻസൺ ചേട്ടൻ. പുള്ളിക്കാരനെ നമ്മളെ സഹായിക്കാൻ പറ്റുമെന്നാ തോന്നുന്നത്. ചേട്ടൻ അല്പം തരികിടയാട്ടോ. പക്ഷെ നോക്കാം, ഞാനൊന്ന് വിളിച്ചു നോക്കാം. എന്തായാലും 2 മണി വരെ സമയമുണ്ടല്ലോ ഇന്ന്. അതിനു മുമ്പേ അടച്ചാൽ മതിയല്ലോ. അതുവരെ സമാധാനമായിട്ടിരിക്കണേ പ്ലീസ്. ഓക്കെ? ഹലോ ബെൻസൺ ചേട്ടാ. എന്നാ മോളെ? ചേട്ടാ, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ക്യാഷ് വേണം. പക്ഷേ പപ്പ അറിയരുത്. മോൾക്കിപ്പോ എത്ര വേണ്ടി വരും? ചേട്ടാ, എനിക്കൊരു 4000 പൗണ്ട് വേണ്ടി വരും. എന്നതാ പറഞ്ഞേ? 4000 പൗണ്ടോ? മോളെ ചേട്ടാ പ്ലീസ്, പറ്റില്ലെന്ന് പറയല്ലേ. എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയാ. അവൻ ഇന്ന് 2 മണിക്ക് മുമ്പ് ഫീസ് അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരും. എങ്ങനെയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണം. പപ്പ അറിയരുത് പ്ലീസ്. മോളെ, ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും വലിയ എമൗണ്ട് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് എന്നാലും കുഴപ്പമില്ല. മോൾ ആദ്യമായിട്ടേ എന്നോടൊരു കാര്യം പറയുന്നല്ലേ, ഞാൻ ശ്രമിക്കാം. ഓക്കെ ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. സർവശക്തനായ തമ്പുരാനെ,
ഞങ്ങളുടെ അവസാന പ്രതീക്ഷയാണിത്. നീ ഞങ്ങളെ കൈവിടരുതേ. കാലം ഒത്തിരി ആയില്ലേ ഞങ്ങൾ നിന്നിൽ വിശ്വാസം അർപ്പിച്ച് ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. ഇപ്പോഴും ഒരു മെഴുകുതിരിവെട്ടം ഞങ്ങൾക്ക് മുൻപിലുണ്ട്. നീ ഞങ്ങളെ കൈവിടുകയില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. ആകെ കൂടെ ഉണ്ടായിരുന്ന കിടപ്പാടവും ഞങ്ങൾക്ക് മുൻപിൽ ഇനി അന്യമാവുകയാണ്. നീണ്ട 15 വർഷത്തെ ഞങ്ങളുടെ അധ്വാനമാണ്, കഷ്ടപ്പാടാണ്, പ്രതീക്ഷകളുടെ വലിയൊരു കാത്തിരിപ്പാണ് ഇന്ന് ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. എല്ലാം ഞങ്ങളുടെ പൊന്നു മോന് വേണ്ടിയാണ്. എത്രയും പെട്ടെന്ന് എൻ്റെ മോൻ്റെ അസുഖം മാറുവാനും പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും നിന്റെ കൃപ അവനിൽ ഉണ്ടാകണമേ. മറ്റു കുട്ടികളെ പോലെ തന്നെ യാതൊരുവിധ കുറവുകളുമില്ലാതെ നീ അവനെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നിന്റെ കയ്യിലാണ്. സർവശക്തനായ യേശുവേ. ബിജോ, UK ഇപ്പോൾ ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റാണ് നമ്മളിപ്പോൾ കുഞ്ഞിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഞാൻ വേറെ ഒരു വഴിയും കാണുന്നില്ല. അങ്ങനെ പറയരുത് സണ്ണി. നിനക്കറിയാലോ, ഞാനും ഇയാളും മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായിരുന്നു. 1 2 9 വർഷം കാത്തിരുന്നിട്ട് കിട്ടിയ കുട്ടിയെ ഒരുപാട് നേർച്ചകളും പ്രാർത്ഥനകളും എല്ലാം സമർപ്പിച്ചിട്ട് കിട്ടിയത്. അവനെ ഒഴിവാക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അവനെ ഞങ്ങൾക്ക് വേണം സണ്ണി. എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ നിനക്ക് അവനെ ഞങ്ങൾക്ക് തിരികെ തരാൻ? പ്ലീസ് പ്ലീസ് സണ്ണി. ഈ നെഞ്ചത്ത് കിടന്ന എന്നും അവൻ ഉറങ്ങുന്നു. അവനെ ഞങ്ങൾക്ക് വേണം സണ്ണി. അവനെ രക്ഷിക്കാൻ ഒരു വഴിയുമില്ലേ? ബിജോ, ഞാൻ നോക്കിയിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരാൾക്ക് കഴിയും. ആരാണ് അയാൾ? അയാൾ
പൊന്നു അറിയാമേ, ഞാൻ നിന്നെ കെട്ടിയതിൽ പിന്നെ നിന്റെ ഏതെങ്കിലും വിശ്വാസം ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ടോ? നിനക്ക് പള്ളിയിൽ പോകണമെങ്കിൽ നീ അങ്ങ് പോക്കണം, അതിന് നീ എന്നെ കൂട്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ നിന്നെ കെട്ടിയ അന്ന് മുതൽ പറയുന്ന എനിക്ക് പള്ളിയും പട്ടക്കാരിയൊന്നും തീരെ വിശ്വാസമില്ലെന്ന്. അപ്പം നിനക്ക് നിന്റെ വിശ്വാസം, എനിക്ക് എന്റെ വിശ്വാസം. ദൈവം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. ദയവ് ചെയ്ത് എന്നെ നീ അതിനെ നിർബന്ധിക്കാനും വരരുത്. പിന്നെ ഞാനിപ്പോ സാറിന്റെ കൂടെയാ, ഞങ്ങളിപ്പോ തിരക്ക് പിടിച്ച് ഒരുപാട് കാര്യങ്ങൾക്ക് നടുവില്ല. നീ ഫോൺ കട്ട് ചെയ്തേ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കട്ട് ചെയ്തേക്കാം. അനുക്കുഞ്ഞാണല്ലോ സാറേ. അനുക്കുഞ്ഞേ, എന്തെങ്കിലും അത്യാവശ്യം പറയാനുണ്ടോ? പപ്പ കുറച്ച് തിരക്കിലാണല്ലോ. അങ്കിളെ, ഇന്ന് അമ്മച്ചിയുടെ ഓർമ്മ ദിവസാ. ഇന്നെങ്കിലും എന്റെ കൂടെ പള്ളി വരാൻ പപ്പയോടൊന്ന് പറയണേ. അനുക്കുഞ്ഞെ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. എന്നാത്തിനാ ഈ പള്ളിയിലൊക്കെ പോയിട്ട്? ഈ ലോകം മൊത്തം ചെകുത്താന്മാരാ. അതായത് അങ്കിളെ മതി പ്ലീസ്. അങ്കിളിന് ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിൽ വേണ്ട. പക്ഷേ വിശ്വസിക്കുന്നവരോട് അത് വേണ്ട എന്ന് പറയാതിരിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും അങ്കിള് കാണിക്കണം. മരണപ്പെട്ടു പോയത് എന്റെ അമ്മച്ചിയാണ്. അങ്കിളിന് അറിയാമല്ലോ, 5-ാം വയസ്സിൽ അമ്മച്ചി മരണപ്പെട്ടതാണ്. പപ്പയെ ഞാൻ കാണാറ് പോലുമില്ല. പപ്പയ്ക്ക് എന്നും തിരക്കല്ലേ. ഇന്നെങ്കിലും പപ്പയോട് എന്റെ കൂടെ പള്ളി വരാൻ പറയണം പ്ലീസ്. അനുക്കുഞ്ഞെ, പപ്പ കുറച്ച് തിരക്കിലാണല്ലോ. ഓക്കെ. രാരീ
തോറ്റു പോകരുത് കേട്ടോ. നന്നായി പഠിക്കണം. തോറ്റു പോകരുത് കേട്ടോ. ഹലോ ആ ചേട്ടാ, മോളെ, ആ ഫണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത്ര വലിയ തുക അക്കൗണ്ടിലേക്ക് അയക്കാനേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആ പയ്യനോടെ എൻ്റെ ഓഫീസിലോട്ടൊന്ന് നേരിട്ട് വരാൻ പറയാൻ പറ്റുമോ? താങ്ക് യു ചേട്ടാ. ഞാൻ എത്രയും പെട്ടെന്ന് അവനോട് ഒന്ന് ക്യാഷ് കളക്ട് ചെയ്യാൻ പറയാം. താങ്ക് യു സോ മച്ച്. കെവി, ഫണ്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ നിന്റെ വാട്സപ്പിലേക്ക് ഒരു പോസ്റ്റ് കോഡ് അയക്കാം. നീ എത്രയും പെട്ടെന്ന് അവിടെ പോയി അത് കളക്ട് ചെയ്ത് പെട്ടെന്ന് ഫീസ് അടയ്ക്കാൻ നോക്ക്. ഓക്കെ, പ്ലീസ് ഗോ ഫാസ്റ്റ്. കെവി, നമുക്ക് ഇനി സമയം നഷ്ടപ്പെട്ടിട്ടില്ല. പ്ലീസ് ഗോ. നിങ്ങള് ആരാ? ഞങ്ങളിത് എവിടെയാ? അയ്യോ, എന്റെ സാറ് ഇതെന്നാ പറ്റി? നിങ്ങളൊക്കെയാണോ? നിങ്ങളിപ്പോൾ എൻ്റെ വീട്ടിലാണല്ലേ. എൻ്റെ പേര് ബിജോ. ഇവിടെ NHS-ൽ നേഴ്സുമാരാണ് ഞങ്ങൾ രണ്ടുപേരും. നിങ്ങളുടെ കാറ് എൻ്റെ വീടിൻ്റെ മതിലിടിച്ചാണ്. പേടിക്കണ്ട, അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്നുണ്ടായ ഷോക്കിൽ നിന്ന് മയങ്ങിപ്പോയത്. എല്ലാം ദൈവനിശ്ചയമാണ്. കർത്താവെല്ലാം കാണുന്നുണ്ടല്ലോ. കർത്താവ് വലിയവനാണ്, കർത്താവ് അങ്ങനെയാണ്, കർത്താവ് ഇങ്ങനെയാണ്. എന്റെ പൊന്നു സുഹൃത്തെ, ഈ പറഞ്ഞ കർത്താവ് കാരണം ഞങ്ങൾക്ക് ഗതിയൊന്നും. എല്ലാ തിരക്കും മാറ്റി വെച്ച് പള്ളിയിൽ പോകാൻ വേണ്ടി ഓടിപ്പാഞ്ഞു വന്ന മനുഷ്യൻ അതാണ് ആ കിടക്കുന്നത്. ഈ ഭൂമിയിൽ കർത്താവ് എന്നൊരാളില്ല, എല്ലാം ചെറുത്താന്മാരേ ഉള്ളൂ. സുഹൃത്തെ, ആയിരിക്കുന്നത് എൻ്റെ കുടുംബമാണ്. ആ വീൽ ചെയറിൽ ഇരിക്കുന്നത് എൻ്റെ മകനും. കഴിഞ്ഞ 15 വർഷമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവന് വേണ്ടിയാണ്. പക്ഷേ കഴിഞ്ഞ 3 മാസമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവന് വേണ്ടി മാത്രമല്ല, അവനെ രക്ഷിക്കാൻ ഒരു വഴിയുമില്ലേ? ബിജോ, ഞാൻ നോക്കിയിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരാൾക്ക് കഴിയും. ആരാണ് അയാൾ? അയാൾ അദ്ദേഹം വളരെ തിരക്കുള്ള വ്യക്തിയാണ്. അപ്പോയിന്റ്മെന്റ്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. ചിലപ്പോൾ അത് 5-6 മാസം എടുത്തേക്കാം. പക്ഷേ അദ്ദേഹത്തെ കാണാൻ സാധിച്ചാൽ നിങ്ങളുടെ കുഞ്ഞ് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഈശോ, ഡോക്ടർ ഈശോ ജോസഫ് അലക്സ്. കഴിഞ്ഞ 3 മാസമായി
ഞാനും എൻ്റെ കുടുംബവും ഇദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു. ഒരുപക്ഷെ ദൈവനിശ്ചയമാകാം അദ്ദേഹത്തെ ഇന്ന് ഈ വീട്ടിൽ കൊണ്ടെത്തിച്ചത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാനും പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്, ദൈവം ഇത്ര ക്രൂരനാണോ എന്ന്. പക്ഷേ ഇന്ന് എനിക്കതിനുള്ള ഉത്തരം കിട്ടി. ദൈവമുണ്ട് സുഹൃത്തെ. നമ്മളെയെല്ലാം കാത്തു സംരക്ഷിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു കോണിൽ നിന്നും ദൈവം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. അങ്കിൾ, നിങ്ങൾ എവിടെയാ? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. ഇന്ന് പള്ളിയിൽ പോണ്ടേ? മറന്നുപോയോ? ഇന്നും പപ്പ വന്നില്ലെങ്കിൽ ഞാൻ പള്ളിയിൽ പോകുന്നില്ല. ഞാൻ പപ്പയോട് കൂട്ടില്ല. അങ്ങനെ പറയില്ലേ മോളെ. പപ്പ ഇവിടെ ഒരു കുഞ്ഞിന്റെ അസുഖകാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു അല്പം വൈകും. മോളൊരു കാര്യം ചെയ്യും, തൽക്കാലം ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് പള്ളിയിൽ പോകാൻ നോക്ക്. മോളത് പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം. ദൈവമുണ്ട് മോളെ, അതൊരു സത്യമാണ്. എന്നാ സഹാബി ഒരു ചമ്മലൊക്കെ? അത് ഞാൻ നിന്നോട് ഹലോ, നന്ദി പറയാനുള്ള പരിപാടിയാ. ഓവറാക്കി ചളവാക്കല്ലേ. ഫീസ് അടച്ചോ? എന്നാ നമുക്ക് നടന്നാലോ? കാലം എത്ര കഴിഞ്ഞാലും ചില മുറിവുകൾക്ക് വേദനയുടെ നനുത്ത പടലമുണ്ടാകും. എൻ്റെ അമ്മച്ചിയും അതുപോലെ ഒരു നൊമ്പരമാണ്. അമ്മച്ചിയെക്കുറിച്ച് ഒരുപാടൊന്നും ഓർത്തിരിക്കാൻ എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ ഉള്ള കാലം അത്രയും അമ്മച്ചിയിൽ നിന്നും ഓടി ഒളിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എത്ര ദൂരം പോയാലും കൂടെ അമ്മച്ചി ഉണ്ടാകും എന്ന വിശ്വാസം തന്നെയാവും അതിൻ്റെ കാതൽ. പക്ഷേ ഇന്ന് കൂടെ വരാനും കൂട്ടിരിക്കാനും അമ്മച്ചിയില്ല. അത് വല്ലാത്തൊരു നൊമ്പരം തന്നെയാണ്. എവിടെയായിരുന്നാലും അമ്മച്ചി സന്തോഷമായിരിക്കണം. കർത്താവേ, എൻ്റെ അമ്മച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി നൽകണമേ. ആമേൻ. അനിമോളെ, വിഷമിക്കണ്ട കേട്ടോ. അമ്മച്ചി എന്നും കൂടെയുണ്ട്.